ഗവേഷണ വിഷയങ്ങൾ പോലും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഗവേഷകർക്ക് നിഷേധിക്കപ്പെടുന്ന കാലത്ത് ഇത്തരത്തിലുള്ള പരിപാടി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. പെൺകുട്ടികളുടെ സാന്നിധ്യം അവരെ വളരെ പുതുമയാർന്ന രീതിയിൽ അവരുടെ ഗവേഷണ വിഷയങ്ങളെ എടുക്കുന്നതിൽ ചലഞ്ചായി എടുക്കുന്നതിനും അതിനെ ഇത്ര മനോഹരമായി കഥകളുടെ രൂപത്തിലും മറ്റൊക്കെ അവതരിപ്പിക്കുന്ന കണ്ടപ്പോൾ പണ്ട് ശാസ്ത്രസാഹിത്യ പരിഷത്തിന് വേണ്ടി ക്ലാസ്സുകൾ എടുത്ത് നടന്നിരുന്ന ഒരു കാലഘട്ടത്തെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഈ പരിപാടി പരിഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നിറവേറ്റുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഞാൻ ടി.കെ. മീരാഭായ്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ശാസ്ത്രം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 1962 രൂപീകൃതമായത്. തുടർന്ന് ഇങ്ങോട്ടുള്ള മുഴുവൻ കാലവും അതിൻ്റെ പ്രവർത്തന കാലത്തിൽ മുഴുവൻ തന്നെ ശാസ്ത്ര പ്രചാരണത്തിന് വേണ്ടിയും ശാസ്ത്രബോധം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നടക്കുന്ന സയൻസ് ജനങ്ങളിലേക്ക് എന്ന പേരിൽ, സയൻസ് സ്ലാം എന്ന പേരിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഓൺലൈൻ സയൻസ് പോർട്ടലായ ലൂക്കയും സയൻസ് കേരള യൂട്യൂബ് ചാനലും കൂടി നടത്തുന്നത് ഇതൊരു പ്രത്യേക സവിശേഷമായ ഒരു പരിപാടിയാണെന്ന് പറയാതെ തരമില്ല. ഞാൻ ശശിധരൻപിള്ള ഇസ്ലാമിൻ്റെ ഗ്രാൻഡ് ഫിനാലയിലാണ് പങ്കെടുത്തത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ യുവസമിതിയും അതുപോലെ തന്നെ ലൂക്ക മാഗസിനും ചേർന്ന് നടത്തിയ ഈ പുതുമയാർന്ന ശാസ്ത്ര പ്രവർത്തനം അങ്ങേയറ്റം രസകരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. രസകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രത്തെ രസകരമായി മനസ്സിലാക്കാനുള്ള അവസരമായിട്ടാണ് ഈ ഇസ്ലാമിനെ ഞാൻ കണ്ടത്. അത് അതിൻ്റെ അവതരണ രീതി കൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ സംഘാടന രീതി കൊണ്ടും വളരെ മികച്ചതായി. ഞാൻ ടി പി കുഞ്ഞിക്കണ്ണൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മുൻ പ്രസിഡന്റ്. ഞാൻ ഫൈനൽ അടക്കം 3 സ്ലാമുകളിലാണ് പങ്കെടുത്തത്. ഈ പരിപാടി പരിഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നിറവേറ്റുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ശാസ്ത്രം മലയാളത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം എന്നുള്ള നിലയിൽ പരിഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമകളിലൊന്ന്. അതിനു വേണ്ടിയിട്ടാണ് പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടായി. അപ്പോൾ ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ള ശാസ്ത്ര ഗവേഷകർ അവരുടെ ഗവേഷണം, ആ ഗവേഷണ ഫലങ്ങൾ എങ്ങനെയാണ് നാട്ടിലെ ജനങ്ങൾക്ക്, ഈ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്നത് എന്ന് അവരുടെ ഭാഷയിൽ വളരെ നല്ല രീതിയിൽ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഗവേഷണം നടത്തുന്ന വിഷയങ്ങളും ഗവേഷണ പ്രബന്ധങ്ങളും സാധാരണ ജനങ്ങൾക്ക് അന്യമാണ്. അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം പ്രാപ്യതയുള്ള ഒന്നാണ്. അങ്ങനെ വരുമ്പോൾ ഗവേഷണം ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് എന്നൊരു ചോദ്യം എപ്പോഴും നമ്മളെ അലട്ടാറുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഗവേഷണം അതിനുള്ള ഫണ്ട് മാറ്റിവെക്കുന്നത് കേന്ദ്ര സർക്കാർ വലിയ തോതിൽ കുറച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഗവേഷണ വിഷയങ്ങൾ പോലും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഗവേഷകർക്ക് നിഷേധിക്കപ്പെടുന്ന കാലത്ത് ഇത്തരത്തിലുള്ള പരിപാടി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. IIT-കൾ ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളാണ്. അതിനെ ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിൻ്റെ ശാസ്ത്ര പ്രചരണ സാധ്യതകളുമായി ബന്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനമാണ്. മറ്റൊന്ന്, ഇതിൽ പങ്കാളിത്തം ഞാൻ ഇപ്പം ഒരു 10-14 അവതരണങ്ങൾ കേട്ട് കഴിഞ്ഞു. അതിൽ എനിക്ക് സവിശേഷമായി തോന്നിയത് യുവ ഗവേഷകകൾ എന്നുള്ള ഗവേഷകരുണ്ട്. പക്ഷെ അതിൽ തന്നെ പെൺകുട്ടികളുടെ സാന്നിധ്യം അവരെ വളരെ പുതുമയാർന്ന രീതിയിൽ അവരുടെ ഗവേഷണ വിഷയങ്ങളെ എടുക്കുന്നതിൽ ചലഞ്ചായി എടുക്കുന്നതിനും അതിനെ
ഇത്ര മനോഹരമായി കഥകളുടെ രൂപത്തിലും മറ്റുമൊക്കെ അവതരിപ്പിക്കുന്ന കണ്ടപ്പോൾ പണ്ട് ശാസ്ത്രാസാഹിത്യ പരിഷത്തിന് വേണ്ടി ക്ലാസ്സുകൾ എടുത്ത് നടന്നിരുന്ന ഒരു കാലഘട്ടത്തെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഒരു വളരെ തിയറട്ടിക്കൽ ആയിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഗവേഷണം വിഷയങ്ങൾ തന്നെയാണ് ഇവരും കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അതിലൊരു ജനകീയമായിട്ടുള്ള, ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള, സമൂഹത്തിന് ആവശ്യമുള്ള, ഭാവിയിലേക്ക് പ്രയോഗിക്കാവുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഗവേഷകരെ അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കാൻ സാധിക്കും. ഇതിന്റെ രണ്ടിന്റെയും ഒരു കണ്ണിയായിട്ട് ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിനും അതിന്റെ ഒരു പോർട്ടലായിട്ട് ഉണ്ടാകുന്ന ലൂക്കയ്ക്കും അതിനുണ്ടാകുന്ന ഒരു സാധ്യതകൾ ഇതുവഴി കിട്ടുകയാണ്. അപ്പൊ ഇത് പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളവും ലൂക്കയെ സംബന്ധിച്ചിടത്തോളവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു പുതിയ അനുഭവമാണ്. ഈ അനുഭവം നമ്മൾ ഏത് രീതിയിലാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് കൂടുതൽ ചർച്ച ആവശ്യമുള്ള ഒരു സംഗതിയാണ്. വളരെ ലളിതമായും വളരെ സമയബന്ധിതമായും ആകർഷകമായും തങ്ങളുടെ ഗവേഷണ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. സാധാരണക്കാരായ ആളുകൾക്ക് പോലും മനസ്സിലാകാൻ കഴിയുന്ന തരത്തിലാണ് ഈ പരിപാടി ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു ഗവേഷണ വിഷയം സാധാരണക്കാർക്ക് പ്രാപ്യമാവുക, എങ്ങനെ അത് ഉപകാരപ്രദമാവുക എന്ന് കേട്ടിരിക്കുന്ന ഓരോരുത്തർക്കും തന്നെ ബോധ്യമാവും. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു സംരംഭമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അതിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് അഭിമാനവും സന്തോഷവുമുണ്ട്. ഇനിയും വരും നാളുകളിൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തും. കൂടുതൽ ഗവേഷണ സ്ഥാപനങ്ങളിലേക്കും കോളേജുകളിലേക്കും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ വ്യാപിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇനിയും ഇപ്പോൾ തന്നെ ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങളും ഇത് നടത്തുമെന്ന്. ഇത് വ്യാപകമായി നടത്തപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് സയൻസ് എത്തിക്കുക എന്ന് പറയുന്ന ആ ദൗത്യം വലിയ തോതിൽ, ആ ലക്ഷ്യം നമ്മൾ പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശാസ്ത്രത്തെ, പ്രത്യേകിച്ചും ഗവേഷണത്തിൻ്റെ പുതിയ മേഖലകളെ സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു മാതൃകാപരമായ പ്രവർത്തനമായിട്ട് അഖിലേന്ത്യാ തലത്തിൽ തന്നെ നമുക്കിതിനെ കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും അടുത്ത് തന്നെ 27 മുതൽ ഡിസംബർ 27 മുതൽ 30 വരെ കൽക്കട്ടയിലെ അഖിലേന്ത്യാ പീപ്പിൾസ് സയൻസ് കോൺഗ്രസ് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് അവിടെ അവതരിപ്പിക്കണം. ഇങ്ങനെ ഇതിൻ്റെ ഒരു സാധ്യതകളെ അഖിലേന്ത്യാ തലത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഒരു അവതരണം, ഒരു സ്ലോട്ട് കണ്ടെത്തി അവിടെ അവതരിപ്പിക്കുകയും അഖിലേന്ത്യാ തലത്തിൽ ഈ രീതി അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വളരെ പുതുമയാർന്ന ശക്തമായ ഒരു രീതിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇപ്പം നമ്മൾ സയൻസ് മാത്രമാണ് പ്രധാനമായിട്ടും ഇതിൽ ഈ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ സാമൂഹ്യശാസ്ത്ര രംഗത്ത് നടക്കുന്ന ഗവേഷണങ്ങളുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ കഴിയുക, എങ്ങനെയാണ് അവയെ ബന്ധിപ്പിക്കാൻ സാധിക്കുക, സാമൂഹ്യശാസ്ത്ര ഗവേഷണവും ശാസ്ത്ര രംഗത്തുണ്ടാകുന്ന ഗവേഷണങ്ങളും തമ്മിലുണ്ടാകുന്ന ബന്ധപ്പെടുത്തുന്നതിനുണ്ടാകുന്ന സാധ്യതകൾ എത്രമാത്രമാണ്, ഇവയെല്ലാം കൂട്ടിച്ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയോട് കൂടിയിട്ടുള്ള പ്രവർത്തനം നമുക്ക് ആവശ്യമാണ്. അതിലൂടെയാണ് പരിഷത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു സമഗ്ര വികസനം എന്ന് പറയുന്ന സമീപനം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുക. അതിന് ഈ കാര്യങ്ങൾ സഹായകമാകും. തുടർന്നും നമുക്ക് കൂടുതൽ ശക്തമായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.